ഏക ദൈവത്തിൻ്റെ തന്നെ തരുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വലിയ നോമ്പെന്ന് പറയുന്ന ഒരു തീർത്ഥാടനത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുമായി ഒരുങ്ങുകയും അതിനുവേണ്ടി നോക്കി പാർക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നോമ്പോടും അനുഷ്ഠാനത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അതിനായിട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെയും ആദ്യ ആഴ്ച നമ്മൾ പൂർത്തീകരിച്ച് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയും 4-ാം അധ്യായം 40 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ ക്രിസ്തു തൊട്ട് സൗഖ്യമാക്കി എന്നുള്ള അത്ഭുത പ്രവൃത്തി നടത്തിയ ഞായറാഴ്ചയായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കുകയും അതനുസരിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തുകയും ചെയ്യുന്നു. ഇവിടെ ഈ കുഷ്ഠരോഗിയായ മനുഷ്യനെ പറ്റി പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണ് അദ്ദേഹത്തെ നോക്കേണ്ടത്, ഏത് വിധത്തിലാണ് സമൂഹത്തിൽ അദ്ദേഹം നിലനിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വ്യക്തമായ ചിത്രമൊക്കെ ലേവ്യ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സാമൂഹികമായും മാനസികമായും ഒക്കെ ഒരു തളർന്ന അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. കാരണം കുഷ്ഠമെന്ന് പറയുന്ന രോഗം മാനസികമായി വളരെയധികം ക്ഷീണമുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതോടൊപ്പം തന്നെയും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ഒരിക്കലും സമൂഹത്തിലുള്ളവർ അവനെ കൈക്കൊള്ളുവാനോ അവനെ കൂട്ടി നിർത്തുവാനോ ചേർത്ത് പിടിക്കുവാനോ ഒന്നും താല്പര്യപ്പെടത്തില്ലാത്ത ഒരു സാഹചര്യം. ആരാധനാപരമായും അല്ലെങ്കിൽ ആത്മീയപരമായും ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലങ്ങളിൽ പോലും ചെല്ലുവാനോ ആരാധന നടത്തുവാനോ പ്രാർത്ഥനകൾ നടത്തുവാനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും ഒരു കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ വിഷമം തരുന്ന പല പല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു കുഷ്ഠരോഗി കടന്നു പോകുന്നത്. അത്തരത്തിൽ സമ്പൂർണ്ണമായി മനസ്സിനും ശരീരത്തിനും ഒക്കെ തന്നെ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന ഒരു അസുഖമായി ഒരു രോഗമായി തന്നെ കുഷ്ഠം മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഈ കുഷ്ഠരോഗി ചെല്ലുന്നത്. പലപ്പോഴും കുഷ്ഠരോഗികളെ ഒരു കുഴിക്കകത്ത് അവിടെ ഇട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു നിബന്ധനയാണ് നൽകിയിരുന്നെങ്കിൽ ഈ കുഷ്ഠരോഗിയെയും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. ക്രിസ്തുവിൻ്റെ അടുത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുഷ്ഠരോഗിക്കറിയാം ക്രിസ്തുവിന് ഇവനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളത്. ആ ഒരു ഉറച്ച ബോധ്യമുണ്ട്. കുഷ്ഠരോഗിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ രോഗം മാറുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളത് യഥാർത്ഥമായൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അവൻ്റെ ചോദ്യം വളരെ പ്രാധാന്യമാണ്. അവൻ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയുമെന്നുള്ളത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. ആ ചോദ്യമാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകമായും ക്രിസ്തുവിനെ പറ്റിയുള്ള നല്ല ബോധ്യം അവനുണ്ട്. ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും, മരിച്ചവരെ ഉയർപ്പിക്കും, പിശാചുകളെ പുറത്താക്കും എന്നുള്ള ബോധ്യമൊക്കെ നിന്നുകൊണ്ട് അവൻ ദൈവപുത്രനാണ് എന്നുള്ള യഥാർത്ഥമായ ബോധ്യവും വിലയിരുത്തലും അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവൻ്റെ ചിന്ത ക്രിസ്തുവിന് മനസ്സുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവനെ ചേർത്ത് പിടിക്കുവാൻ അല്ലെങ്കിൽ അവൻ്റെ രോഗത്തിൽ നിന്ന് അവനെ വിമുക്തനാക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് മനസ്സുണ്ടാകുമോ എന്നൊരു സംശയം അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അവൻ ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. നിനക്കതിനുള്ള കഴിവും ശക്തിയും എല്ലാം ഉണ്ട്. പിതാവാം ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ അവിടെ അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ എന്ന് ഉറച്ച് ബോധ്യത്തോട് നിന്നുകൊണ്ടാണ് കുഷ്ഠരോഗി വരുന്നത്. നമ്മൾ പലപ്പോഴും ആരാധനകളിൽ സംബന്ധിക്കുവാനും ദൈവസന്നിധിയിൽ അടുത്ത് വരുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കൃത്യമായിട്ട് നമസ്കാരങ്ങൾ നടത്തും, അല്ലെങ്കിൽ കൃത്യമായ ആരാധനയൊക്കെ പങ്കെടുക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് യഥാർത്ഥമായി എവിടെയാണ് എന്നുള്ളൊരു ചിന്ത നമ്മെ തന്നെ ഒന്ന് ഭരിക്കേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥമായി നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് യാതൊരു കാരണവും ഇല്ലാതെ ചുമ്മാ നമ്മൾ
നാവ് കൊണ്ട് അതരം കൊണ്ട് മാത്രം സ്തുതിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ആരാധനകൾ അത്രമാത്രം പ്രയോജനത്തിലെത്തത്തില്ല എന്നുള്ള ബോധ്യത്തോടെ നിന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആരാധന നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കണം. ദൈവസന്നിധിയിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ സമർപ്പിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുവാനിടയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അതിൻ്റെ പ്രധാന അനഫോറ ആരംഭിക്കുന്ന അവസരത്തിൽ തന്നെ ആദ്യ അവസരത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ഹൃദയങ്ങളും ബോധങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ആരാധനയിൽ ഉടനീളം നമ്മൾ വീണ്ടും സംബന്ധിക്കുവാൻ. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കുർബാനയിലെ അവസരങ്ങളും അത്രമാത്രം പ്രാധാന്യമുള്ളത്, അത്രമാത്രം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയും ക്രിസ്തു നമുക്കായി ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളെയും അവൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും അനുസ്മരിക്കുന്ന സമയങ്ങൾ, ആ സമയങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ കൂടുതലായി നമ്മുടെ ഹൃദയത്തെ അതിലേക്ക് പകരുവാൻ, അതിലേക്ക് കൂടുതലായി ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകുമ്പോഴാണ് ആ കുർബാന പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആരാധനയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഹൃദയത്തെയും എല്ലാം ഏകാഗ്രമാക്കി ആ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സ്വർഗസ്ഥനായ എന്ന് പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഏകദേശം 2 മിനിറ്റ് മാത്രമുള്ള ഒരു ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലുന്ന അവസരത്തിൽ പോലും നമ്മളുടെ ഹൃദയവും ബോധങ്ങളും ഏതൊക്കെ വഴിക്ക് പോകുന്നുണ്ട് എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. വെറും 2 മിനിറ്റ് മാത്രം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോലും, ദൈവസന്നിധിയിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായി, പോരായ്മയായി കണ്ട് അതിനെ തിരുത്തുവാൻ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിനും നമ്മോടൊരു മനസ്സലിവ് ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന് നമ്മോട് മനസ്സലിവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി ദൈവസന്നിധിയെ സമർപ്പിക്കണം. നമ്മെ തന്നെ, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെ എല്ലാം പൂർണ്ണമായി ദൈവസന്നിധിയെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കുഷ്ഠരോഗിയോട് ക്രിസ്തു പറഞ്ഞതുപോലെ എനിക്ക് മനസ്സുണ്ട് എന്ന് ഉള്ള വാക്ക് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അവിടെ കുഷ്ഠരോഗി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. പല രോഗികളെയും ക്രിസ്തു തൊട്ട് സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുമ്പോൾ ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത്രമാത്രം അകറ്റി നിർത്തപ്പെടുന്ന, അത്രമാത്രം ഉപേക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു കാണിക്കുന്ന ഒരു മനസ്സ്, അതാണ് അവൻ്റെ ആദ്യത്തെ സൗഖ്യം എന്ന് പറയുന്നത്. അവനെ ക്രിസ്തു തൊട്ടപ്പോൾ തന്നെ അവന് സുഖപ്പെട്ടു എന്നാണ്. അവൻ തൊട്ടപ്പോൾ തന്നെ അവന് അസുഖം മാറി, അവനൊരു ഒരു ഉണർവ് ലഭിക്കുന്ന അവസരത്തിലേക്ക് മാറ്റപ്പെടുകയും. അപ്പോൾ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരുപാട് സമയമായിട്ട് ഒരു റീൽസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു മാർത്തോമയിലെ കൺവെൻഷൻ്റെ സമയത്ത് തിരുമേനി നടത്തിയൊരു പ്രസംഗം, അതിനോട് ചേർത്തുള്ള ഒരു സംഭവം. അവിടെ ഒരു സ്കൂളിൽ, ലൂർദിൽ സ്കൂളിൽ, റാന്നിയിലൊരു സ്കൂളിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു സംവാദം, അല്ലെങ്കിൽ അവരുടെ ഒരു പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൻ്റെ അവസരത്തിൽ അവിടെ ക്ലാസ് എടുക്കാൻ വന്ന വ്യക്തിയും ഇവരെ ഒരുമിച്ചിരുത്തുവാൻ തക്കവണ്ണം അനുവദിച്ചു. മാതാപിതാക്കളും കുട്ടികളും അവർ ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞ് നിങ്ങളുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചേ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന അവസരമുണ്ട്. അവരൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ പല മാതാപിതാക്കളും കുട്ടികളും കരയുന്നതായിട്ട് ആ റീൽസിലൂടെ നമ്മൾ കാണുകയുണ്ടായി. ഒരു ചേർത്ത് പിടിക്കൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കും. നമ്മുടെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായെന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് നമ്മൾ സ്നേഹിച്ചൊന്ന് ആശ്ലേഷിച്ച് അവർക്കൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായി എന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കി എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, കരുതുവാനും സ്നേഹിക്കുവാനുമുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാക്കിയിടുക. ഒരു സ്പർശനത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്, ഒരു സ്പർശനത്തിന് വലിയ മാനങ്ങളുണ്ട്. അത് നമുക്കറിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ നൽകാൻ സാധിക്കും. ഒരു വിഷമിച്ച് സങ്കടപ്പെടുന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒന്ന് തൊട്ട് എന്നാ ഉണ്ട്, സുഖമാണോ എന്ന് അറിയാതെ നമ്മളറിയാതെയായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു പരിവർത്തനമുണ്ട്, നമ്മളറിയാതെ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ അധ്യാപകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ മക്കളെ ഒന്ന് തലോടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട്, അവർ പഠിക്കുവാൻ കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കുറേ സത്യങ്ങളാണ്. ആ സത്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുവാൻ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനുമുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടെങ്കിൽ അതൊരുപാട് സൗഖ്യത്തിന് കാരണമായി തീരും. അത് ആന്തരികമായ സൗഖ്യമാണ്.
ശാരീരിക സൗഖ്യം മാത്രമല്ല, മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സൗഖ്യത്തിനുമൊക്കെ കാരണമാകുന്ന ഒന്നാണ് ഒരു ചേർത്ത് പിടിക്കൽ. ആ ചേർത്ത് പിടിക്കലിലൂടെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അത്തരത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അവൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയത്തെ മുഴുവനായി പകരുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ ശുദ്ധീകരണം വഴിയായും ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ മുമ്പോട്ട് നടക്കുവാനും അതുവഴി ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലും ഉയർത്തെഴുന്നേൽപ്പിനും പങ്കാളികളാക്കുവാനും തക്കവണ്ണം ഇടയാകണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാം. ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു എല്ലാ ദിവസവും ഈ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്തതിന് ശേഷം അവൻ സ്വസ്ഥമായി എവിടെയെങ്കിലും പോയിരുന്നെന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പിതാവിനോട് സംസാരിക്കുന്ന പല അവസരങ്ങളും വേദഭാഗത്തിലൂടെ നമ്മൾ കാണാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ക്രിസ്തുവിന് പ്രാർത്ഥന എത്രമാത്രം ആവശ്യമായിരുന്നെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യന് എത്രയോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന വ്യക്തിയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ ക്രിസ്തുവിന് പ്രാർത്ഥന ആവശ്യമെങ്കിൽ സാധാരണ മനുഷ്യനായ നമുക്ക് എത്രമാത്രം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പലപ്പോഴും പാമ്പാടി തിരുമേനി പറയാറുണ്ട്. അപ്പോൾ പ്രാർത്ഥന നമുക്കൊരു ശക്തിയാണ്, ബലമാണ്. ആ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കാതെ അതിനെ ചേർത്ത് പിടിക്കും. നമുക്ക് കഴിവുള്ളിടത്തോളം സമയം പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും തക്കവണ്ണം ഇടയാകണം. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമ്മൾ 3 നേരം കൃത്യമായി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും കൃത്യമായി കുമ്പിട്ട് നമസ്കരിക്കണമെന്നാണ് പറയാം. ആ കുമ്പിട്ട് നമസ്കരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള വലിയ മാർഗമായി അതിനെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ നോമ്പ് കാലഘട്ടം നമുക്ക് ആചരിക്കുവാൻ ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് വാക്ക് നിർത്തുന്നു. ദൈവനാമം എന്നും വാഴ്ത്തപ്പെടുമാറാട്ടെ.